പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ രാത്രിയിൽ ഒരു അപകടം നടന്നു തലസ്ഥാനത്ത്, നമ്മുടെ ട്രിവാൻഡ്രം ക്ലബിന് മുമ്പിൽ, തിരുവനന്തപുരത്ത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ യുവാക്കളെ കാറിടിപ്പിച്ച് കടന്നു കളഞ്ഞ് സിനിമാ താരം മണിയൻപിള്ള രാജു. രാത്രി 2 വട്ടം പോലീസ് വീട്ടിലെത്തിയെങ്കിലും മണിയൻപിള്ള രാജു വീട്ടിലുണ്ടായിരുന്നില്ല. അപകടകരമായി വാഹനം ഓടിച്ചതിന് മ്യൂസിയം പോലീസ് കേസെടുത്തു. കാർ അപകടത്തിൽപ്പെട്ടതായി മണിയൻപിള്ള രാജുവിന്റെ മകൻ നിരഞ്ജൻ റിപ്പോർട്ടറിനോട് സ്ഥിരീകരിച്ചു. ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഇറങ്ങിയപ്പോൾ ഒരു ബൈക്കുകാർ വന്ന് ഇടിച്ച് തെറിച്ച് പോയെന്നാണ് എൻ്റെ അടുത്ത് അവിടെ നിന്നുള്ള റിപ്പോർട്ട് വന്നത്. ക്ലബ്ബിൽ ഉണ്ടായിരുന്ന ഒരാളെ വിളിച്ചപ്പോഴാണ് ഞാൻ ഇത് അറിഞ്ഞത്. അതായത് ക്ലബ്ബിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്പീഡിൽ വന്ന് ഇടിച്ചതാണ്. ഡ്രൈവർ ഉണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു വാഹനത്തിലല്ലേ? ഉണ്ടായിരുന്നു. ക്ലബ്ബിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ വന്ന് ഇടിച്ചിട്ടുണ്ട്, ബൈക്കുകാർ വന്ന് ഇടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരുന്നൊരു വിവരം, മണിയൻപിള്ള രാജുവുമായി പോലീസിന് ബന്ധപ്പെടാൻ കഴിഞ്ഞു. അപകടമുണ്ടാക്കിയ കാറുമായി മണിയൻപിള്ള രാജു ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകും. പോലീസിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഹരിമോഹനും അരുൺ സോളമനും ചേരുന്നുണ്ട്. ഹരി, ഗുഡ് മോർണിംഗ്. അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. ആദ്യം നമുക്ക് ഹരിയിലേക്കൊന്ന് പോകാം. ഹരി, ഇപ്പോൾ പോലീസിന് മണിയൻപിള്ള രാജുവുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ പക്ഷേ മണിയൻപിള്ള രാജു ചെറുപ്പക്കാരെ ഇടിച്ചിട്ടതിന് ശേഷം കാറുമായി കടന്നു കളയുകയായിരുന്നു. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഗുരുതരമായി പരിക്കേറ്റിരുന്നു ചെറുപ്പക്കാർക്ക് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് മണിയൻപിള്ള രാജു പറയുന്നത്, ഹരി? അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് ബന്ധപ്പെടാൻ കഴിഞ്ഞു മണിയൻപിള്ള രാജുവുമായി പോലീസിന് എന്നുള്ളതാണ്. അതായത് അപകടം ഉണ്ടാക്കിയ ശേഷം മണിക്കൂറുകളായി ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഈ കാർ കണ്ടെത്താൻ വേണ്ടി, കാർ ഓടിച്ചത് ആരാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി ഇതിനുവേണ്ടി 2 വട്ടമാണ് മണിയൻപിള്ള രാജുവിന്റെ വീട്ടിലേക്ക് പോയത്. അതായത് ദൃക്സാക്ഷികളും ഈ അപകടത്തിനിരയായിട്ടുള്ള 2 യുവാക്കളും പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മണിയൻപിള്ള രാജുവിന്റെ വാഹനം, വോൾവോ വാഹനമാണ് ഇടിച്ചത് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുകയും തുടർന്ന് ഈ സ്ഥലത്ത് നിന്ന് നമ്പർ പ്ലേറ്റ്, അതായത് വാഹനത്തിന്റെ ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ് ഇളകി വീണിരുന്നു. അത് പോലീസ് പരിശോധിക്കുകയും അത് സുധീർ കുമാർ രാജു എന്ന് പറയുന്ന പേരിലുള്ള ആളാണ് അതിന്റെ ഉടമ എന്നുള്ള കാര്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആ സുധീർ കുമാർ രാജു എന്ന് പറയുന്നത് മണിയൻപിള്ള രാജു തന്നെയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അതാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ പോലീസിന് സാധിച്ചു. അതോടുകൂടിയാണ് ഇന്നലെ 2 തവണ മണിയൻപിള്ള രാജുവിന്റെ തിരുവനന്തപുരത്ത് തന്നെയുള്ള വീട്ടിലേക്ക് പോലീസ് സംഘം എത്തിയത്. ആദ്യം അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ എത്തുന്നു. അതിനുശേഷം അപകടം ഏകദേശം 1 മണിയോടുകൂടി എത്തുന്നു. ഈ 2 തവണ ചെന്നപ്പോഴും വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മണിയൻപിള്ള രാജു പോലീസ് പറയുന്നത്. അതായത് വീട് അകത്ത് നിന്ന്, ഗേറ്റ് അകത്ത് നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഈ വാഹനം അപകടമുണ്ടാക്കിയ ശേഷം ആ വാഹനവുമായി മണിയൻപിള്ള രാജുവും ഇനി മറ്റാരെങ്കിലും വാഹനത്തിലുണ്ടായിരുന്നെങ്കിൽ അവരും ഒളിവിൽ പോയതായിരിക്കാം എന്നുള്ളൊരു നിഗമനമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഫോണിൽ മണിയൻപിള്ള രാജുവുമായി ബന്ധപ്പെടാൻ പോലീസിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണിയൻപിള്ള രാജു പറയുന്നത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ താൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായിക്കൊള്ളാം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടി പോയിട്ട് വരട്ടെ ഹരി. അരുൺ സോളമൻ വിശദീകരിക്കും എങ്ങനെയാണ് അപകടം നടന്നതെന്ന്. അരുൺ സോളമൻ ഒന്ന് വിശദീകരിക്കൂ. എവിടെ നിന്ന് ആയിരുന്നു ഈ കാറ് വന്നത്? എവിടെ നിന്നാണ് ഈ ബൈക്കുകൾ വന്നത്? അരുൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നലെ രാത്രി 9:30 മണിയോടുകൂടിയാണ് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത്, ഇവിടെ വെച്ചാണ് ഈ അപകടം നടക്കുന്നത്. തൊട്ട് അടുത്തുള്ള ട്രിവാൻഡ്രം ക്ലബിൽ നിന്നും വളരെ അമിത വേഗത്തിലാണ് ഈ മണിയൻപിള്ള രാജു സഞ്ചരിച്ച വോൾവോ കാറ് ഈ ഭാഗത്തേക്ക് എത്തുന്നത്. ഇവിടെ ഒരു മീഡിയൻ ഉണ്ട്. ഈ സ്ഥലത്ത് ഡിവൈഡർ ഉള്ള സ്ഥലം കൂടിയാണ്. ഇവിടെ നിന്നും തൊട്ടടുത്തുള്ള വെള്ളയമ്പലം ഭാഗത്തേക്കാണ് ഈ കാർ സഞ്ചരിക്കുന്നത്. ഇവിടെ വെച്ചാണ് ശരിക്കും ഈ യുവാക്കൾ സഞ്ചരിച്ച ഈ റോയൽ എൻഫീൽഡ് ബൈക്കിലേക്ക് വളരെ അമിത വേഗത്തിലെത്തി ഈ വോൾവോ കാറ് തട്ടി ഇടിച്ച് ഈ യുവാക്കൾ ഇവിടെ വീഴുന്നതിന് ശേഷം ഈ കാറ് നിർത്താതെ പോയി എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പ്രധാനമായിട്ടും പങ്കുവെക്കുന്നത്. ഇതിൽ ഇന്നലെ രാത്രി സംസാരിച്ചതും ഈ കണ്ടതുമായിട്ടുള്ള ആൾക്കാരെല്ലാം പറയുന്നത് മണിയൻപിള്ള രാജു ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് ഉറപ്പുവരുത്താനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ പോലീസിനും വളരെ വൈകിയാണ് പോലീസ് പോലും ഈ കാര്യം അറിയുന്നത്. ഏകദേശം 10:30 മണിയോടുകൂടിയാണ് മ്യൂസിയം പോലീസ് ഈ വിവരം, ഈ അപകടം നടക്കുന്നത് അറിയുന്നത്. ഇവിടെ ഈ കാർ തട്ടിയിട്ടതിന് ശേഷം ഈ യുവാക്കളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നിൽക്കാതെ ഈ കാറ് ഇവിടെ നിന്ന് എടുത്ത് വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ഈ അപകടം നടന്ന ശേഷം മണിയൻപിള്ള രാജുവിന്റെ കാർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ആ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കി എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്പോൾ തന്നെ ഈ റോയൽ എൻഫീൽഡ് ബൈക്കിൽ നിന്നും യുവാക്കൾ തെറിച്ചു വീഴുന്നുണ്ട്. നമ്മുടെ ശ്രീവരാഗം സ്വദേശികളായിട്ടുള്ള നിവേദ്, അതുപോലെ തന്നെ സൂരജ്, 2 പേർക്കും 20 വയസ്സ് മാത്രം പ്രായമാണ്. ഇവരുടെ കാലിനും അതുപോലെ തന്നെ തുടഭാഗത്തും കഴുത്തിനും സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഒരാൾക്ക് കാലിന് പൊട്ടലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും ഈ കാറ് തട്ടി ഇട്ടതിനു ശേഷം വീണ്ടും വെള്ളയമ്പലം ഭാഗത്തേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കാറിന്റെ നമ്പർ പ്ലേറ്റും അതുപോലെ തന്നെ ഹമ്പർ ഭാഗങ്ങളുള്ള ചില സ്പെയർ പാർട്സുകളൊക്കെയും ഈ ഭാഗത്ത് ഈ അപകട
അപകടം നടക്കുന്ന സമയത്ത് തന്നെ ഈ സ്ഥലത്ത് പൊട്ടി വീണിട്ടുണ്ട്. അതിപ്പോൾ ഈ റോഡിന്റെ ഈ സൈഡിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇതുപോലും നമ്പർ പ്ലേറ്റ് പോലും ഒന്ന് എടുക്കാൻ പോലും കൂട്ടാക്കാതെ, അല്ലെങ്കിൽ ഈ ഒരു അപകടം നടക്കുമ്പോൾ തന്നെ മണിയമ്പിള്ള രാജു ഈ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഒന്ന് കൂട്ടാക്കാതെയാണ് ഈ സ്ഥലത്ത് നിന്ന് കടന്നു കളയുന്നത്. അതിനർത്ഥം മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് പക്ഷേ അതിന് തെളിയിക്കാൻ ഇപ്പോൾ ഈ അപകടം ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് ഇറങ്ങി വന്ന് ഇത് നേരെ ഈ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു കാറ്. വെള്ളയമ്പലം ഭാഗത്തേക്ക് പോകണമെങ്കിൽ ലെഫ്റ്റ് ഒടിച്ചങ്ങ് പോയാൽ പോരെ? അരുൺ, നമുക്ക് ദൃശ്യം നോക്കിയറിയാം. ഇതാണ് ഇപ്പോൾ ട്രിവാൻഡ്രം ക്ലബ്ബ്. അവിടെ നിന്നും ഇവിടുന്ന് യു ടേൺ എടുക്കുകയാണ്. യു ടേൺ എടുത്ത് വരുമ്പോഴാണ് ഈ അപകടം നടക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ആ ഭാഗത്ത് വെച്ച്, അതായത് സെൻട്രൽ ഭാഗത്ത് വെച്ചാണ് ഈ കാറും ബൈക്കും തമ്മിൽ ഇടിക്കുന്നത്. ബൈക്ക് അങ്ങോട്ട് പോവുകയാണ്. ബൈക്ക് ആ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ബൈക്കിനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. തെറിപ്പിച്ചതിന് ശേഷം കാർ യു ടേൺ എടുത്ത് ഈ ഭാഗത്തേക്ക് പോകണം. നമുക്ക് ആ സ്ഥലത്താണ് ഇപ്പോഴും അപകടം നടന്നതിൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ പാർട്സൊക്കെയും ആ ഭാഗത്താണ് കിടക്കുന്നത്. നമുക്കിപ്പോൾ കാറുകൾ പാസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗത്ത് വെച്ചായിരുന്നു അപകടം നടക്കുന്നത്. അവിടെ നിന്നും യു ടേൺ എടുത്താണ് തിരിച്ച് വെള്ളയമ്പലം ഭാഗത്തേക്ക് മണിയമ്പിള്ള രാജുവിൻ്റെ വോൾവോ കാറ് പോയത്. പക്ഷേ രാത്രി പോലീസ് ഇതിനുശേഷം, ഈ വിവരം അറിഞ്ഞതിന് ശേഷം മണിയമ്പിള്ള രാജുവിൻ്റെ വീട്ടിലേക്ക്, ഉദയപാലസിന് സമീപമുള്ള വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ പോകുന്ന സമയത്ത് വീട്ടിലെ ഗേറ്റ് പൂട്ടിക്കിടക്കുന്നു. പക്ഷേ ഈ വോൾവോ കാറ് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അപകടം നടന്നതിന് ശേഷം തൻ്റെ കാറ് ഈ യുവാക്കൾ സഞ്ചരിച്ച റോയൽ എൻഫീൽഡ് ബൈക്കിനെ തട്ടിത്തെറിപ്പിച്ചു എന്നുള്ള കൃത്യമായ ബോധ്യം മണിയമ്പിള്ള രാജുവിനോ അല്ലെങ്കിൽ ഡ്രൈവറിനോ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ വെച്ചാണ് വീണ്ടും ഇവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം കാറും മണിയമ്പിള്ള രാജുവും കഴിഞ്ഞ 9 മണിക്കൂറായിട്ട് ഇപ്പോൾ പോലീസിന് പോലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇവിടെ ഹരി സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ മണിയമ്പിള്ള രാജു മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് പറയുന്നു. പക്ഷേ ശാസ്ത്രീയമായി എന്തായാലും മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഭാഗത്തിൽ ക്യാമറകളുണ്ടോ, CCTV-കൾ? തീർച്ചയായിട്ടും അരുൺ, എന്തായാലും ഇനി ഒരു 9-10 മണിയോടുകൂടി കഴിയുമ്പോൾ തന്നെ ഇവിടുത്തെ ഷോപ്പുകൾ, ഇപ്പോൾ ഇവിടെ എന്തായാലും ഒരുപാട് ഷോപ്പുകളുണ്ട്. ഈ ഭാഗത്തൊക്കെയും CCTV-കൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ദൃക്സാക്ഷികൾ ഈ വിവരം അറിയിക്കുമ്പോൾ തന്നെ പറഞ്ഞത്, ഈ അപകടം നടന്ന സമയത്ത് ഈ നമ്പർ പ്ലേറ്റ് വീഴുമ്പോൾ ഈ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നും 2 ചെറുപ്പക്കാരും സെക്യൂരിറ്റിക്കാരും ഉൾപ്പെടെ ഈ നമ്പർ പ്ലേറ്റ് എടുത്ത് മാറ്റി എന്നുള്ളതാണ്. നമ്പർ പ്ലേറ്റ് എടുത്തു മാറ്റിയ ശേഷം പിന്നീട് പോലീസ് വരുമ്പോഴാണ് ഈ നമ്പർ പ്ലേറ്റ് പോലീസിനാണ് കൈമാറുന്നത്. പോലീസ് വിവരം, ഒരുപക്ഷെ ട്രിവാൻഡ്രം ക്ലബ്ബിലുള്ള ജീവനക്കാർ അടക്കമുള്ളവർ ഈ വിവരം മറച്ചു വെക്കാനുള്ള ഒരു ശ്രമം തുടക്കത്തിൽ കാണിച്ചിരുന്നു. പിന്നീട് റിപ്പോർട്ട് TV വാർത്ത പുറത്തു വരുന്നു. പോലീസ് ഈ സ്ഥലത്ത് വരുന്നു, അന്വേഷണം നടത്തി ഈ നമ്പർ പ്ലേറ്റ് കണ്ടെത്തിയതോടുകൂടിയാണ് ഈ നമ്പർ പ്ലേറ്റിന്റെ ഉടമ മണിയമ്പിള്ള രാജുവിന്റെ കാറാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണം ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ മണിയമ്പിള്ള രാജുവിലേക്ക് തിരിയുന്നതും ഇപ്പോൾ അദ്ദേഹം ഇന്നിപ്പോൾ ഒരു 9-10 മണിയോടുകൂടി സ്റ്റേഷനിൽ ഹാജരാകുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നത്.